ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്താ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളുടെ കാശ്മീർ യാത്രയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഏതാണെങ്കിലും ഞാൻ പറയും, നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കാശ്മീർ ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ്. ഒരുപാട് ഭംഗിയാണ് അവിടെ കാണാനായിട്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ശരിക്കും ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട കാഴ്ചയുടെ ഒരംശം, അതും ക്യാമറയിലൊക്കെ പകർത്തുമ്പോൾ അത്രയൊന്നും ഭംഗിയൊന്നും കിട്ടത്തില്ല കേട്ടോ. നേരിട്ട് കാണാനാണ് ഭംഗി. ശരിക്കും കാശ്മീർ ഭൂമിയിലെ പർദീസ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. അത് അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എത്ര പറഞ്ഞെന്നാലും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പോകുന്നതിനായിട്ട്, കാശ്മീരിന് പോകുന്നതിന് മുമ്പായിട്ട്, ഇന്ത്യയിലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂറിൽ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇങ്ങനെയൊക്കെ ആയിരിക്കാമെന്ന് കരുതുകയാണ്. കാരണം ഒരു ഏജന്റിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ട്രൂപ്പിന്റെ കൂടെ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ യാത്ര അതീവ സുന്ദരമായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ പോയി വന്നപ്പോൾ കണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ടിപ്പായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഞങ്ങൾക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ടൂറിന് പോകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് നല്ല സന്തോഷമായിട്ട് പോയിട്ട് വരാൻ സാധിക്കും. ആദ്യം തന്നെ ഞാൻ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം. ആദ്യമായിട്ട് ഞാൻ പറയേണ്ടത്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള രൂപ കയ്യിൽ കാണണം. രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏജന്റിന് കൊടുക്കുമ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് എടുക്കാവുള്ളൂ. അതിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം. അങ്ങനെ എല്ലാം പേ ചെയ്ത് ഫുഡിനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടി പോകും. അത് പോയി ലക്ഷങ്ങളൊന്നും കൊണ്ടുപോകണമെന്നൊന്നുമല്ല പറയേണ്ടത്. വലിയ നോട്ടുകളും ഇല്ല, ചെറിയ നോട്ടുകൾ വേണം. 10-ന്റെ, 20-ന്റെ, 50-ന്റെ, 100-ന്റെ, 200-ന്റെ. അതാണ് അത്യാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ടത് കാര്യങ്ങൾ. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ടിപ്പ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്ര വലിയ റിച്ച് ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ, ലോക്കലായിട്ടുള്ള ആൾക്കാർ റിച്ച് ഒന്നുമല്ല. അവർ ജീവിക്കുന്നത് ഈ ടൂറിസ്റ്റുകളെ കൊണ്ടാണ്. അപ്പം നമ്മളെല്ലാം ചെല്ലുമ്പം അവരെന്തെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കും. നമ്മൾ അറിഞ്ഞല്ലേ ചെയ്യേണ്ടി, അവർ ചോദിച്ചു വായിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം വരും ഇല്ലേ. മിക്ക ആൾക്കാരും ആട്ടിടയന്മാരാണ്. ശരിക്കും എനിക്ക് അവരുടെ ഷേപ്പും മെലിഞ്ഞ ആൾക്കാരും അവരുടെ ഡ്രസ്സും എല്ലാം കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം കൂടെ തോന്നി കേട്ടോ. നമ്മൾ വന്നിട്ട് നമ്മുടെ സൂട്ട് കേസിലൊന്ന് തൊട്ടാൽ തന്നെ അതിന് പൈസ. കാരണം ഇതിനകത്തെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഡ്രൈവർക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരിങ്ങ് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യും, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യമേ ഇറങ്ങി ചെല്ലുമ്പോഴേത്തിനും ഭയങ്കര ലാവിഷാണ്. 100 അല്ല 200 രൂപ ടിപ്പ് കൊടുക്കും. നമ്മൾ ഓർക്കുന്ന എന്നാണെന്നറിയാവോ, ഇതുപോലെ ടിപ്പ് എല്ലാത്തിനും ചോദിക്കുമെന്ന് അറിയത്തില്ല. അപ്പോഴത്തേനും നിമിഷ നേരം കൊണ്ട് നമ്മുടെ കാശങ്ങ് തീരും. ഇവിടെ വരുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ് നമ്മുടെ ഏജന്റ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ അതൊക്കെ നമ്മളെ മിസ്യൂസ് ചെയ്യാനായിട്ട് ചിലപ്പം ഇടയാകും. അതുകൊണ്ട് ഗൂഗിൾ പേയോ കാർഡോ ഒന്നും ഉപയോഗിക്കരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കാശ് കൊടുത്ത് തന്നെ വേണം. എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് രൂപ കൊണ്ടുപോകണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചേഞ്ച് റുപ്പീസ് 10-ന്റെ 20-ന്റെ ഒക്കെ വേണമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഓർക്കായിരിക്കും 10 ടിപ്പ് കൊടുക്കുന്നത്. 10 ടിപ്പ് കൊടുക്കാനല്ല. നമ്മൾ പോകുമ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ യാത്രയായിട്ട് പോകുമ്പോൾ എത്ര പ്രാവശ്യം ബാത്റൂം ഉപയോഗിക്കേണ്ടി വരും ഇല്ലേ. പോകുന്നിടത്തെല്ലാം ഉണ്ട്, ബാത്റൂം ഉണ്ട്, നല്ല ബാത്റൂം തന്നെയുണ്ട്. പക്ഷെ അവിടെ പോകുന്നതിന് 10 രൂപ കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ 10 രൂപയുടെ ആവശ്യം ഒരുപാടാണെന്ന് ഓർത്തോണം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നെന്ന് പറയുമ്പോൾ ഈ 10 രൂപയും 20 രൂപയും ഒക്കെ ഒന്ന് കെട്ടായിട്ട് എടുത്ത് തന്നെ വയ്ക്കണം. ഇപ്പം നമ്മൾ 500-ന്റെ രൂപ, എൻ്റെ ഇഷ്ടം പോലെ രൂപ ഉണ്ട്, 500-ന്റെ കെട്ടും കൊണ്ട് പോയാൽ ഒറ്റ ദിവസം കൊണ്ട് ആ കെട്ട് മുഴുവനും തീരും കേട്ടോ. കാരണം ഇവർ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് 1-2 പേർക്ക് ടിപ്പ് കൊടുക്കാൻ, നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ടിപ്പ് കൊടുത്തു, പിന്നെ തിരിച്ച് എയർപോർട്ടിലോട്ട് വന്ന് കൊണ്ടേ ആകുന്നവർക്ക് ഒരു ടിപ്പ് കൊടുത്തു. അങ്ങനെയൊക്കെ കൊടുക്കാനേ ഉള്ളതെന്നാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷെ അങ്ങനല്ല. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങൾ ആപ്പിൾ തോട്ടത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ, ഒരു 10 വയസ്സ് 12 വയസ്സുള്ള ഒരു കൊച്ചാണ്, ഒരു മുയലിനെയും കൊണ്ട് വന്നു. മുയലിനെ കണ്ടപ്പോൾ ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കിപ്പോയി. അപ്പോൾ എന്നെ അടുത്തറിയാം, അവൻ എന്നെ കൊണ്ട് ആ മുയലിനെ എടുപ്പിക്കണം, എന്നിട്ട് പൈസ ചോദിക്കണം. എൻ്റെ ദൈവമേ, എന്തോ പറയാനായിട്ടാന്ന് പറ. കയ്യിലാണെങ്കിൽ അന്നേരത്തിന് ഇത് പോരാറാവുന്നതിൻ്റെ അവസാന ദിവസം ആയപ്പോഴത്തേന് പിന്നെ കാശിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ ഞാൻ പിന്നെ അവസാനം അവന് 50 രൂപ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ചില സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഈ കാശല്ലേ നമ്മൾ എന്നെ എടുക്കും.
നമ്മുടെ ബാങ്കിൽ കാശ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ 500 അങ്ങനെ വെച്ചൊന്നും നമുക്ക് ടിപ്പ് കൊടുക്കാനായിട്ടൊന്നും ഉള്ള ലാവിഷ്നെസ്സിന് എനിക്ക് കാശില്ല. അപ്പം ഇതുപോലെ ഒരുപാട് പേർക്ക് കൊടുക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് 500-ന്റെ നോട്ട് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ, എന്നെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പം ഈ ചെറിയ കുട്ടിയല്ലേ, പ്രായമായവർ വരെ ഒരു പക്ഷിയൊക്കെ കയ്യെ വെച്ചോണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിലോട്ട് അതിനെ ഒന്ന് വെച്ച് തരും. അതിന് ചിലയിടത്തൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്, രൂപ അവർ പറയും 100 രൂപ 200 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പക്ഷിയെ എടുത്ത് പരിന്തിനെയൊക്കെ കയ്യിലേക്ക് വെക്കും, കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കാനായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ. നമ്മൾ ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഞാൻ ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കും. എനിക്കിനിയും ലോട്ടറി അടിച്ചിട്ട് ധനികയാകാൻ വേണ്ടി ഒന്നുമല്ല, അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന പൈസ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെന്നും പറഞ്ഞുകൊണ്ടാണ്. എന്നും പറഞ്ഞുകൊണ്ട് കാണുന്ന ലോട്ടറി ടിക്കറ്റുകാരുടെ മുഴുവനും എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഇടയ്ക്കും പൊഴിക്കും ഒക്കെ കാണുന്നതൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് എടുക്കും. പിന്നെ ഒരു തമാശ കേൾക്കണോ, അങ്ങനെ ഞങ്ങൾ വന്നു നിഷാന്ത് ഗാർഡനിൽ. ഞാനിങ്ങനെ അവിടുത്തെ മായാജാലം കണ്ടിട്ട് ഞാൻ അങ്ങനെ നടന്നെല്ലാം കണ്ടു കഴിഞ്ഞ് വെച്ച് ഞാൻ ആ ലോണിലൊന്ന് ചെറുനേരം ഒന്ന് ഇരുന്നു. ഞാനിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. മലകളും എല്ലാമായിട്ട് നല്ല ഭംഗിയാണ്, തട്ടുതട്ടായിട്ട് ഇങ്ങനെ മലകൾ നിൽക്കുവാണ്. അപ്പം ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ ദേ ഒരു മധ്യവയസ്കൻ തന്നെയാണ്, ഒരു 40 വയസ്സേലും കാണുമായിരിക്കും. ആ മനുഷ്യൻ എൻ്റെ നേരെ കൊണ്ടുവന്നിട്ട് ഒരു പൂവും കൊണ്ട് വന്നു, ഒരു മഞ്ഞ റോസ് മൊട്ട്. ഞാൻ ഓർത്തു എന്താ അത് കൊണ്ടുവന്നത്, കാരണം എനിക്ക് എന്താ കൊണ്ടുവന്നെന്നും പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും പ്രായമായതല്ലേ. അപ്പോൾ ഒരു പൂ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്തു അതൊന്ന് മേടിച്ചേക്കാം, സാരമില്ല, അതിനെന്താ പ്രേമമാണെന്നും എല്ലാം പറയാൻ പോകുന്നു, അങ്ങനെയൊന്നും പറയുന്നൊന്നും ഞാൻ ഓർത്തില്ല. ഞാനിങ്ങനെ മേടിച്ചു. ബഹുത് അച്ഛാ ഹേ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പൈസ തരാൻ. ഷോ, നിങ്ങൾ വിശ്വസിക്കുവോ? എന്നിട്ട് പോകത്തില്ല, പൈസ താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ തരുന്നേ? ബക്ഷിഷ് ദേദോ എന്ന് പറഞ്ഞെന്നാ അതിന് എന്തെങ്കിലും ടിപ്പ് കൊടുക്കണമെന്ന്. ആ മധ്യവസ്കൻ എന്നോട് കാശ് ചോദിച്ചപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. പുള്ളിക്കാരൻ പോകുന്ന മട്ടില്ല. പിന്നെ ഞാൻ വേഗം ബാഗ് തപ്പി കയ്യിലുണ്ടായിരുന്നു എടുത്തു കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ടെന്ന് പറയുക. അപ്പം പൂവൊക്കെ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, എന്നെ കാണുമ്പോഴെല്ലാം ആളുകളെല്ലാം ചുറ്റിനും കൂടും കേട്ടോ. വേറെ എല്ലാവരും ഉണ്ടായിട്ട് അവരുടെ അടുത്ത് ആരുടെ അടുത്തും പോയില്ല. എനിക്കാണ് ഈ പൂ കൊണ്ട് തന്നതും മറ്റുമൊക്കെ. ഞാൻ എന്താണെന്നറിയോ പറഞ്ഞു വരുന്നത്, ഇതുപോലെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് പേര് വരും. അപ്പം നമ്മുടെ കയ്യിൽ രൂപയുടെ ചേഞ്ച് ഉണ്ടെങ്കിൽ എല്ലാ 500 കൊണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കാം. അല്ല നിങ്ങൾക്ക് അങ്ങനെ 500 കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം കേട്ടോ. എങ്കിലും ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ 10 രൂപയ്ക്ക് പകരം 500 രൂപ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയെല്ലാം ഒന്നാമതായിട്ട് നമ്മൾ ഇഷ്ടം പോലെ പൈസ ചെറിയ നോട്ടുകൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്കൊരു മനപ്രയാസമില്ലേ. നമ്മളുടെ അടുത്തൂടെ വരുന്നവർക്കൊക്കെ നമുക്ക് ഒരു 50 രൂപ അല്ലെ 100 രൂപ അല്ലെ 20 രൂപയൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ചെറിയ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അത്രയൊക്കെ കൊടുത്താൽ മാത്രം മതി. കാരണം അവൻ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ടും അതുപോലെ തന്നെ മേടിക്കും. നമുക്കങ്ങനെ എല്ലാവരെയും അങ്ങനെ പൈസ കൊടുത്തൊന്ന് സന്തോഷിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളാൽ കഴിവുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ചെറിയ നോട്ട് കൊണ്ടുപോയെന്നാൽ നല്ലതായിരിക്കും. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 6 ദിവസത്തെ ജീവിതമാണ് കേട്ടോ. ഞങ്ങൾ 6 ദിവസം, ടോട്ടൽ 7 ഉണ്ടായിരുന്നു, പക്ഷെ 6 ദിവസം നമ്മളിങ്ങനെ ഫീൽഡിൽ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോവാണ്. അപ്പം ആ 6 ദിവസവും നമ്മൾ എന്തുമാത്രം പേരാണ് നമ്മളെ കാണുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ ഷിക്കാരായി കയറുന്നു, കാറായി കയറുന്നു, റൈഡേ കയറുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അല്ലാതെ വരുന്നു, മുയലിനെയും കൊണ്ട് വരുന്നു, പക്ഷിയെയും കൊണ്ട് വരുന്നു, ബാത്റൂമിൽ പോകണം, ഇതിനെല്ലാത്തിനും നമ്മൾ പൈസ വേണം. അപ്പോൾ ആവശ്യത്തിന് പൈസ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. പിന്നെ വേണ്ടിയത്, നമ്മൾ ഏത് സമയത്ത് പോയാലും കാശ്മീരിൽ പോവുകയാണെങ്കിൽ ഒരു ജാക്കറ്റും ഷൂസും ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പം ഷൂസ് ഇടുകയില്ലാത്തവരാണെങ്കിൽ, കാരണം അവിടെ എപ്പോഴും ഒരു ചന്നം പിന്നെ മഴയും കാണും, ഒരു ചെറിയ തണുപ്പും കാണും, പിന്നെ ഷൂസും വേണം. ഇപ്പം ഷൂസ് ഉപയോഗിക്കുകയില്ലാത്തവരെ അറ്റ്ലീസ്റ്റ് 2 പെയർ സോക്സ് എങ്കിലും കൊണ്ടുപോകണം. ഇപ്പോൾ സ്നോ ഉള്ള സമയമാണെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഷൂ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോയി വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് അവിടെ റെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അന്നേരം ആ വല്ലവരും ഇട്ട ഷൂ ഒക്കെ അല്ലേ, അപ്പോൾ അതിനകത്ത് ഇടാനായിട്ട് നമുക്ക് 2 പെയർ സോക്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും കേട്ടോ. ജാക്കറ്റ്, ഞങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നല്ല ചൂടായിരുന്നു എല്ലായിടത്തും, പക്ഷെ ഗൊണ്ടോള റൈഡിന് പോയ ആ സ്ഥലത്ത് നമുക്ക് നല്ല ശരിക്കും തണുപ്പായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ജാക്കറ്റ് കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും, കൊണ്ടുപോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേണ്ടിയത് നമുക്കൊരു കൂളിംഗ് ഗ്ലാസ് കണിശമായിട്ടും വേണം. കാരണം പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്തൊക്കെ പോവാണെന്ന് പറയുന്നത്, സ്നോയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയെന്നാലും തൂവെള്ള എന്ന് പറഞ്ഞാൽ തൂവെള്ള ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുവാണേ. ആകാശവും തിരിച്ചറിയാൻ മേല, ഭൂമിയും തിരിച്ചറിയാൻ മേല, നമ്മൾ മാത്രം അതിനകത്തിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ അങ്ങനെ ഒരുപാട് നേരം ആ വെള്ളയിലോട്ട് നോക്കിയിരുന്നാൽ നമ്മുടെ കണ്ണിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോകും കേട്ടോ.
അതുകൊണ്ട് നമ്മൾക്കൊരു കൂളിംഗ് ഗ്ലാസ് അത്യാവശ്യമാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ വേണ്ടിയ കാര്യം നമുക്കൊരു കുട വേണം, അല്ലെങ്കിൽ റെയിൻകോട്ട്. കുടയും റെയിൻകോട്ടും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. കാരണം അവിടെ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയപ്പോൾ പക്ഷേ വലിയ മഴയല്ല, ചതച്ചു കുത്തി പെയ്യുന്നതല്ല, ചാറ്റമഴയാണ്. ചാറ്റമഴയാണെന്ന് പറഞ്ഞെന്നാലും നമുക്കതിനകത്ത് ചിലപ്പോൾ റെയിൻകോട്ട് ഇടേണ്ടി വരും, ചിലപ്പോൾ കുടയുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സൂട്ട് കേസിൽ ഇട്ടിട്ട് പോയെന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരമാകും. അവിടെ ചെന്നാലും നമുക്ക് റെയിൻകോട്ടൊക്കെ മേടിക്കാം കേട്ടോ. ഇവിടെ കിട്ടുന്ന പോലെ ഒന്നല്ല, അവർ പറയുന്ന വില കൊടുത്ത് വേണം മേടിക്കാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ടൂറിന് പോകുമ്പോൾ നല്ലൊരു ട്രാവൽ ഏജന്റ് വഴി വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ടൂർ പാക്കേജ് വേണം എടുക്കാൻ. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ പോകാൻ ശ്രമിച്ചാൽ നമ്മുടെ യാത്ര ഭയങ്കര സക്സസ് ആയിരിക്കും. ഞങ്ങൾ പോയത് വീണ ട്രാവൽസ് വഴിയാണ്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവരുടെ ഒരു പ്രൊമോഷനും അല്ല, ഒന്നുമല്ല. നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പോയ വീണ ട്രാവൽസ് ഓസമായിരുന്നു. കാരണം അവരുടെ ഇറ്റ്നറിയിൽ നോക്കിയെന്നാൽ അറിയാം നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകുന്നുള്ളത് അറിയാം. അവർ മീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, 10 മണിക്ക് ചായയോ കാപ്പിയോ, ഉച്ചയ്ക്ക് ലഞ്ച്, 4 മണിക്ക് ഒരു ചായയോ കാപ്പിയോ, അതിൻ്റെ കൂടെ ഒരു ചെറിയ കടിയും, പിന്നെ ഡിന്നറും, പിന്നെ ഇഷ്ടത്തിന് ബോട്ടിൽഡ് വാട്ടറും നമുക്ക് തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മീൽസ് തന്നെ നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഞങ്ങൾ ആ പോകുന്ന വഴിക്കൊന്നും റെസ്റ്റോറൻറ്റുകളോ അങ്ങനെയൊന്നും കരുതിയില്ല. ചില ഏജന്റുകളെല്ലാം, ചില കമ്പനികളൊക്കെ എന്നെ എടുക്കുമെന്നറിയാം, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ എന്നും പറഞ്ഞിട്ട് പറയും. ലഞ്ചിനപ്പം നമുക്ക് ഉണ്ണാനായിട്ട് നമുക്ക് 1 മണിക്കൂർ തരും, 1.5 മണിക്കൂർ തരുമെന്ന് പറയും. നമ്മൾ അതിലൂടെ നടന്നു കഴിഞ്ഞെന്നാൽ എവിടെയാ പോയി എന്നതാ കാണ്ടെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റിയതാണ്. ഞങ്ങൾ മലേഷ്യക്ക് പോയപ്പോൾ ഇന്ന പോലെ ഒരു ലഞ്ചിന് പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏത് റെസ്റ്റോറൻറ്റൊക്കെ വേണം, എവിടെയാണ് നല്ലത്, ഒന്നും അറിയാൻ മേലാതെ ഒരു ഭയങ്കര ഒരു പരതലാണ്. എന്നിട്ട് ഇവർ മറ്റവരെന്ത് ചെയ്യേ, നമ്മൾ താമസിച്ച് പോയി നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുമോ, ഫാസ്റ്റ് ഫുഡ് കഴിക്കണോ എന്നല്ല ഒരിതാണ്. പക്ഷേ ഇവർ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയുകയില്ലായിരുന്നു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നല്ല ഒന്നാന്തരം AC വാനിലായിരുന്നു യാത്ര. അത് ഒത്തിരി നല്ലതായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞിരുന്നത് പോലെയുള്ള ഞങ്ങൾ പാർക്കുകളിലൊക്കെ പോയപ്പോഴൊക്കെ അതിനൊക്കെ അഡ്മിഷൻ ഫീ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പേ ചെയ്തു. ഗൊണ്ടോല റൈഡിന് പോയപ്പോഴത്തേന് ഫസ്റ്റ് ഫേസിൽ പോകുന്നതിന് 800 രൂപയും സെക്കൻഡ് ഫേസിൽ പോകുന്നതിന് 1000 രൂപയും ഉണ്ടായിരുന്നു. അത് രണ്ടും അവർ തന്നെയാണ് പേ ചെയ്തത്. സെക്കൻഡ് ഫേസിൽ ഈ വെതർ മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അവർ ആ പൈസ രൂപയായിട്ട് ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏജൻസി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീണ ട്രാവൽസ് സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ അതിനകത്ത് വന്ന ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ 24/7 ആ ഗൈഡ് ഉണ്ടായിരുന്നു. അത്രയും നല്ല, അതൊരു കൊച്ചു പയ്യൻ, ഒരു 30 വയസ്സിന് താഴെയുള്ള പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാ ഒരു പെരുമാറ്റമായിരുന്നറിയാം, എന്തോ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നറിയാമോ. എല്ലാവരും അങ്ങനെയാണോന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര നല്ലൊരു പയ്യനായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പല ടൂർ പാക്കേജുകൾ നമുക്ക് നോക്കണേ. പല ഏജൻസികളുടെ ടൂർ പാക്കേജ് നോക്കിയിട്ട് അതിൻ്റെ ഇറ്റ്നറിയിൽ നല്ല പോലെ വായിച്ച് നോക്കണം. എവിടെയൊക്കെ കൊണ്ടുപോകും, എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നെല്ലാം വായിച്ച് നോക്കിയിട്ട് തന്നെ വേണം ബുക്ക് ചെയ്യാൻ. അല്ലാതെ ഇതിനകത്ത് ഇച്ചിരി പൈസ കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞെന്നാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. ടൂർ പാക്കേജിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാം കേട്ടോ. പ്രത്യേകിച്ച് കാശ്മീരിനൊക്കെ പോകുമ്പം നമ്മൾ ടൂർ പാക്കേജിന് പോയെന്നാൽ അവർക്കറിയാം എവിടെയൊക്കെ കൊണ്ടുപോകണമെന്നുള്ളത്. മനസ്സിലായോ? വീണ വേൾഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നല്ല പോലെ സമയം തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലോട്ട് പോകാനായിട്ട് 96 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 96 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 2 മണിക്കൂർ 1.5-2 മണിക്കൂർ നേരെ ഇങ്ങനെ ഇരിക്കണമല്ലോ എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരത് പ്ലാൻ ചെയ്തത് ഒരു 18 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഒരിടത്ത് കൊണ്ടുപോയി, കുങ്കുമപ്പൂ ഒക്കെ ഉണ്ടാകുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പം നമുക്കൊന്ന് റിലാക്സേഷനായി, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിറഞ്ഞു. പിന്നെ ലഞ്ചിനായിട്ട് ഒരിടത്ത് നിർത്തി. അങ്ങനെ ഞങ്ങൾ പഹൽഗാമിൽ ചെന്നപ്പോഴേതിനുണ്ടല്ലോ നമുക്കൊരു ക്ഷീണമേ തോന്നിയില്ല. 96 കിലോമീറ്റർ എങ്ങനെ പോയെന്ന് തോന്നിയില്ല. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കയറി ഇരുന്നാൽ ഉണ്ടല്ലോ, പഹൽഗാം ഒറ്റ വിടിയിലാണ് 96 മൈൽ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് റെസ്റ്റ് റൂം ഉപയോഗിക്കാനായിട്ടോ പറ്റുകയില്ല. അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചില്ലെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ട് ഇത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാശ്മീർ എനിവേ നമ്മുടെ പൈസയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. നിറയെ ചേഞ്ച്
നമ്മുടെ കയ്യിലില്ലാതെ പോയി. രൂപ ഉണ്ടായിരുന്നു, ചേഞ്ച് ഇല്ലാതെ വന്നതുകൊണ്ട് നമുക്കൊരിച്ചിരി മനപ്രയാസം വന്നു. എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമം വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇതുപോലെ ഒരു ടൂർ പാക്കേജിലൂടെ പോകുന്നത് കേട്ടോ. ഞാൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല, ഇങ്ങനെയൊന്നും വന്നില്ല. ലാസ്റ്റ് നമ്മൾ ഒരു എമൗണ്ട് അങ്ങ് കൊടുക്കും, ടിപ്പായിട്ട് കൊടുക്കും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെയൊന്നും ആരും ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ടൂർ പാക്കേജിൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിൽ 8 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വലിയ വലിയ ബസ്സേലൊന്നും അങ്ങനെ നിറച്ചു വിടുകയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ 1-2 ഗ്രൂപ്പായിട്ട് അത്രയും പേരെ, ഒരു 10-12 പേരിൽ കൂടുതലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഷുവറായിട്ട് അറിയത്തില്ല. എനിവേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 8 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 8 പേർക്ക് ഒരു ഗൈഡും ഒക്കെ ആയിട്ട് പോയി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാൻവാസ് ചെയ്യാനായിട്ടൊന്നും അല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇടത്ത് പോവുക. പക്ഷെ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞെന്നാൽ ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ കണിശമായിട്ടും ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ച് വേണം ചെയ്യാൻ. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞാലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ 8 പേരുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറയുന്നത് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും റിട്ടയർ ആയവരായിരുന്നു. അല്ലെങ്കിൽ 2 പേര് മാത്രം ഉണ്ടായിരുന്നു 3 മാസത്തിനകം റിട്ടയർ ആകാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയോണേ, പ്രായമായി വരുന്നവർ, റിട്ടയർ ആകുന്നവരും ഒക്കെ ഇനിയും നമ്മുടെ ഗോൾഡൻ ഡേയ്സ് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നവരാണ്. പിന്നെ കാശ്മീരിൽ പോയപ്പോൾ ഒറ്റ മലയാളിയെ പോലും കണ്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, കാശ്മീരിൽ നിന്ന് കേട്ടപ്പോൾ അവർ പേടിച്ചു വരച്ചു പോയി കാണുമായിരിക്കും. മുഴുവനും മധ്യപ്രദേശുകാരും ഗുജറാത്തുകാരും അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ. അപ്പോൾ പ്രായമായ കൂട്ടുകാരെ, അയ്യോ അല്ല, ഗോൾഡൻ ഡേയ്സിൽ കൂടെ കടന്നു പോകുന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് നടക്കാമെങ്കിൽ, നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, മേലാത്തവർക്കൊന്നും പോകാൻ പറ്റത്തില്ല, പറ്റുമെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുകയും അല്ലെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. ഗോൾഡൻ ഡേയ്സ് ഒക്കെ ഗോൾഡൻ ആക്കുന്നേ.